ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ 3 ദിവസങ്ങളിലായിട്ടാണ് പുസ്തകോത്സവം നടക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റ് എ രാജ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള EG സത്യൻ നഗറിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിന് നാളെ തുടക്കം കുറിക്കും. രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റ് എ രാജ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. പുസ്തകോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്നത് ദേവികുളത്തിൻ്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് എ രാജയാണ്. അതുകൂടാതെ വിവിധങ്ങളായ സെമിനാറുകൾ നമ്മളിതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം നടത്തുന്നുണ്ട്. അതുപോലെ വിവിധങ്ങളായി 3 ദിവസം 27 ഈ മാസം 27, 28, 29 തീയതികളിലാണ് ഈ പുസ്തകോത്സവം അടിമാലി നടക്കുന്നത്. അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. വിവിധങ്ങളായി 3 ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടത്തുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് R തിലകൻ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ കാഞ്ചിയാർ രാജൻ മോഡറേറ്റർ ആകും. ഉച്ചയ്ക്ക് ശേഷം കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന 4 പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും. 5 മണിക്ക് മ്യൂസിക്കൽ ഷോ നടക്കും. 29 രാവിലെ സാഹിത്യ ക്വിസ് നടക്കും. വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറും. 3 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ PN ബാലകൃഷ്ണൻ ആചാരി, വിനൂസ് കറിയ, PN ചെല്ലപ്പൻ നായർ, K ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.